നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ആ വീട് വെച്ച് കൊടുക്കുന്ന അവിടോട്ടുള്ള വഴി ഇച്ചിരി മോശമെന്ന് പറഞ്ഞാൽ നമുക്ക് എംസാൻഡിങ് കൊണ്ട് വന്ന വണ്ടി അവിടെ പൊതഞ്ഞ് പിന്നെ JCB വിളിക്കേണ്ടി വന്ന് JCB വിളിച്ച് വണ്ടി കയറ്റി വിട്ട് ആ റോഡിൽ തന്നെ തട്ടേണ്ടി വന്നിട്ടുണ്ട്. റോഡിൽ തന്നെ എംസാൻഡ് തട്ടി. ഇപ്പോൾ പണി പുരോഗതിയിലാണ്. റോഡിൽ പിന്നെ നമുക്ക് കുറച്ച് പൈസ ചിലവാക്കേണ്ടി വന്നു. വെള്ളം നിൽക്കുന്ന സ്ഥലമുണ്ട്, വെള്ളം കെട്ടിക്കിടക്കും അവിടെ. അത് അപ്പുറം വെച്ച് താന്ന പുരയിടമായതുകൊണ്ട് വെള്ളമായിരുന്നു. ഞാൻ രാവിലെ ഇട്ട് റോഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത സ്ഥലമാണ്. പക്ഷേ എന്തോ ചെയ്യാനാണ്, ലോറി കയറി വന്നിട്ട് പൊതഞ്ഞു നല്ല രീതിയിൽ തോട് പോലെ അങ്ങ് പൊതഞ്ഞു, വെള്ളം കെട്ടി കിടക്കുക. അപ്പോൾ നമ്മൾ കോറി വേസ്റ്റ് ഇറക്കി. ഇവിടെയൊക്കെ ഇതേപോലെ നമ്മൾ അവിടെ റോഡ് സെറ്റ് ചെയ്തതാണ്. പോച്ച പിടിച്ച് കിടക്കുന്ന നല്ല രീതിയിൽ ഉറച്ചതായിരുന്നു. പക്ഷെ വെള്ളം കെട്ടിക്കിടന്ന് അതിനകത്ത് ലോഡുമായിട്ട് വണ്ടി വന്ന് പൊതഞ്ഞു പോയതാണ്. അങ്ങനെ പണിയേണ്ട കുഴിയൊക്കെ എടുത്ത് നമ്മൾ 9 കുഴി എടുത്ത് പില്ലർ നിർത്തി ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പാറപ്പണി അങ്ങനത്തെ പണിയൊന്നും വേണ്ടായിരുന്നു. പില്ലർ നിർത്തി ഫൗണ്ടേഷൻ കെട്ടി ഫൗണ്ടേഷൻ ഫില്ല് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കുഴൽ കണ്ടൊക്കെ അടിച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വന്ന് കമ്പി സിമെൻറ്റൊക്കെ വന്ന് ഇപ്പുറത്തൂടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വെച്ച് ചെയ്ത് ആ വഴിയെ വരാൻ പറ്റത്തില്ലല്ലോ. ഇനി അതൊന്നും നല്ലതുപോലെ ഉണങ്ങാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം 10-20,000 രൂപ അധികം ചിലവായി. എൻ്റെ കോറി വേസ്റ്റ് ഇറക്കി. കോറി വേസ്റ്റ് ഇറക്കി JCB വിളിച്ചുകൊണ്ട് വന്ന് ആ കുഴിയൊക്കെ അടയ്ക്കുക, റോഡൊന്ന് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കൂലി ചിലവാകും. നമ്മൾ എത്രയും ചിലവ് ചുരുക്കി ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അധികം ചിലവാണ്. 10-20,000 രൂപ ഇപ്പം നമുക്ക് അധികം ചിലവായി. ഒരു ലോഡ് കോറി വേസ്റ്റ് ഇറക്കി, 300 ഭൂമിക്കടി കോറി വേസ്റ്റ് ഇറക്കി പിന്നെ JCB വിളിച്ച് അത് നിരത്തിക്കൊണ്ടിരിക്കുക. വഴിയൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരുപാട് പൈസ പോകത്തില്ലേ. അപ്പോൾ നമ്മൾ വേണ്ട കോളമൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നമ്മുടെ ഒരു മേശരിയും കൂടെ, വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ കോളമൊക്കെ കെട്ടി റിങ്ങടിച്ച് എല്ലുമൊക്കെ അടിച്ച് കോളം കെട്ടിക്കൊണ്ടിരിക്കുക. അത് കെട്ടിയിട്ട് അത് നിർത്തി കോൺക്രീറ്റ് ചെയ്യുക. ഒരുപാട് പണിക്കാരെ ഒന്നും വെക്കാതെ ചെയ്യുക. നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ ശമ്പളം കൊടുത്ത് ചെയ്താൽ ശരിയാകത്തില്ലല്ലോ. ഞങ്ങൾ തന്നെ അങ്ങ് ചെയ്യുക. ഒന്ന് നെറ്റൊക്കെ കെട്ടി വെച്ച്, നമുക്ക് 3 അടി സ്ക്വയറിലുള്ള നെറ്റാണ്. കെട്ടിത്തീരാറായി. 2 മണിക്കൂറത്തെ കാര്യമുള്ളൂ. 9 പില്ലറെല്ലാം ഉണ്ട്. 9 പില്ലർ കെട്ടുന്നതിന് അധികം സമയമൊന്നും വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികം സമയം വേണ്ട. കോളം നിർത്തി നമ്മൾ കോൺക്രീറ്റ് വിട്ടിരുന്നു. കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി 2 പേരെ വിളിച്ചായിരുന്നു. ഇപ്പോൾ പുട്ടിങ് ഇട്ട് ഇനി നമുക്ക് നാളെ തന്നെ കോളം മേപ്പോട്ട് പില്ലർ പൊക്കാം. 9 കോളം നിർത്തി കോൺക്രീറ്റ് വിട്ടേക്കുക. സ്പീഡപ്പ് ചെയ്യുക, പണി പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ആ വഴിയുടെ ഒരു ഇതുകൊണ്ടാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫൗണ്ടേഷനുള്ള കട്ടയൊക്കെ ഇപ്പോൾ ഇറക്കാമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുടെ സഹായമുണ്ട്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്കും വേണ്ടി അവർ വിളിച്ച് പല ഓഫറും ഒക്കെ തരുന്നുണ്ട്. സന്തോഷം. എല്ലാവരും വീണ്ടും തുടർന്നും നമ്മുടെ കൂടെ ഉണ്ടാകണം, ഈ വീട് പണി തീർത്ത് കൊടുക്കുന്നിടം വരെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. വീണ്ടും എല്ലാവരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് ഫൗണ്ടേഷൻ പണി കഴിഞ്ഞാൽ ഉടനെ കട്ടളഞ്ചലും കാര്യങ്ങളൊക്കെ എടുക്കണം. ഒന്നും ആയിട്ടില്ല, അത് നമുക്ക് വാങ്ങണം. പിന്നെ ലോക്ക് കട്ടൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് പെട്ടെന്ന്, അതുകൊണ്ട് ലോക്ക് കട്ടയാകുമ്പോൾ പിന്നെ തേക്കാൻ കെട്ടുന്നതിന് എംസാൻഡോ സിമെൻറ്റോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ചിലവ് ചുരുക്കാൻ വേണ്ടിയുള്ള ഇത് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കട്ടളഞ്ചലും എല്ലാം ഉണ്ടാക്കണം. അതെല്ലാം കൂടെ ഒന്നിച്ച് കിട്ടുവാണെങ്കിൽ അങ്ങനെ മേടിക്കാം. കഥ ഉൾപ്പെടെയായിട്ടുള്ളത് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങനെ മേടിക്കാം. വില കുറച്ച് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ച് പറയണം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.